ദ്വിദിന AICC സമ്മേളനത്തിന്റെ ഭാഗമായി അഹമ്മദാബാദിൽ ഇന്ന് വിശാല പ്രവർത്തക സമിതി യോഗം ചേർന്നു. സർദാർ വല്ലഭായ് പട്ടേൽ സ്മാരകത്തിൽ ഒരുക്കിയ പ്രത്യേക വേദിയിൽ നടന്ന യോഗത്തിൽ അംഗങ്ങൾക്കും ക്ഷണിതാക്കൾക്കും പുറമെ 169 പേർ പങ്കെടുത്തു. നാളെ അവതരിപ്പിക്കാനുള്ള 2 പ്രമേയങ്ങൾ പ്രവർത്തക സമിതി അംഗീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. വഖഫ് ഭേദഗതി നിയമത്തെ തുറന്നെതിർക്കാനും യോഗത്തിൽ തീരുമാനമായി. 1994 മുതൽ അധികാരത്തിൽ നിന്നും പുറത്തു നിൽക്കുന്ന ഗുജറാത്തിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്ന പ്രത്യേക പ്രമേയവും യോഗത്തിൽ അവതരിപ്പിച്ചു. പ്രവർത്തക സമിതി അംഗീകരിച്ച പ്രമേയങ്ങൾ AICC സമ്മേളനത്തിൽ ചർച്ചയാവും. വലിയ പുനഃസംഘടനയ്ക്ക് പാർട്ടി തയ്യാറെടുക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷന്മാരെ ശാക്തീകരിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും വേണുഗോപാൽ വ്യക്തമാക്കി. We are going to have a massive organizational reshuffle. We are going to forming guidelines for the reorganizations. Our in charges and general secretaries are on the job of doing all these things. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ കോൺഗ്രസ് ശക്തമായി നേരിടുമെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നാളെ രാവിലെ 10 മുതൽ സബർമതി നദീതീരത്ത് നടക്കുന്ന AICC സമ്മേളനത്തിൽ 1725 AICC അംഗങ്ങൾ ഉൾപ്പെടെ 2000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ കോൺഗ്രസ് സ്വീകരിക്കേണ്ട നടപടികൾ സമ്മേളനത്തിൽ മുഖ്യ ചർച്ചയാകും. DCCകളുടെ ശാക്തീകരണം ഉൾപ്പെടെ സംഘടനാ നവീകരണത്തിനുള്ള രൂപരേഖ യോഗത്തിൽ തയ്യാറാക്കും. DCC അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന തീരുമാനമുണ്ടാകും. 6 ദശകങ്ങൾക്ക് ശേഷമാണ് ഗുജറാത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ കൺവെൻഷൻ നടക്കുന്നത്. നീതിയുടെ പാത, ദൃഢനിശ്ചയം, സമർപ്പണം, പോരാട്ടം എന്നതാണ് കൺവെൻഷന്റെ ടാഗ് ലൈൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.